പ്രിയമുള്ളവരെ, വചനജ്വാല 1322 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 14 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 86 സങ്കീർത്തനം 12 മുതൽ 17 വരെയും 87 സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. എൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും. എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ്. പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു. ദൈവമേ, അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു. കഠോരഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു. അവർ അങ്ങയെപ്പറ്റി വിചാരമില്ല. എന്നാൽ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. ഈ ദാസനെ അങ്ങയുടെ ശക്തി നൽകണമേ. അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. അങ്ങയുടെ കൃപാകടാക്ഷത്തിന്റെ അടയാളം കാണിക്കണമേ. എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ. കർത്താവെ, അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. നമ്മൾ 87 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതൽ 7 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ശ്രവിക്കുകയാണ്. ജനതകളുടെ മാതാവായ സിയോൻ, കോഹറിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം, ഒരു ഗീതം. അവിടുന്ന് വിശുദ്ധഗിരിയിൽ തന്റെ നഗരം സ്ഥാപിച്ചു. യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു. ഫിലിസ്തീനിലും ടയറിലും എത്യോപ്യയിലും വസിക്കുന്നവരെ കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു. സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത്. കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ച് എന്ന് രേഖപ്പെടുത്തും. എൻ്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ വലേരിയനെയും ടിബൂർത്തിയൂസിനെയും മാക്സിമ്യൂസിനെയും അനുസ്മരിക്കുന്ന സുദിനമാണിന്ന്. വിശുദ്ധ സെസേലിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു യുവാവാണ് വലേരിയൻ. അവൾ വലേരിയനെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. ഇരുവരും കൂടി സഹോദരൻ ടിബൂർത്തിയൂസിനെ മാനസാന്തരപ്പെടുത്തി. അവരെ വധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനായിരുന്നു മാക്സിമൂസ്. രക്തസാക്ഷികളുടെ വിശുദ്ധ മാതൃക കണ്ട് ഇദ്ദേഹവും ക്രിസ്ത്യാനിയായി. 229 തന്നെ രക്തസാക്ഷിത്വ മകുടവും ചൂടി. പ്രിയരെ, ഈ 3 പേരുടെ രക്തസാക്ഷി തരംഗം ചിലർ വിചാരിക്കുന്നത് പോലെ സിസിലിയിലല്ല, റോമായിൽ തന്നെയാണ്. വിശുദ്ധ സെസീലിയായുടെ തീഷ്ണത കണ്ട് മാനസാന്തരപ്പെട്ട ഈ കുടുംബത്തിന്റെ നിത്യസ്തുതി ഗാനങ്ങൾ മാലാഖമാർക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. ലൗകികാഡംബങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിതമായിരുന്ന
ആ ഹൃദയങ്ങൾ സ്വർഗീയ മാധുര്യം ഭൂമിയിൽ വെച്ച് തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശനം നൽകുന്ന രക്തസാക്ഷിത്വ മകുടം അവർക്ക് അതിവേഗം വന്നു ചേർന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നിർത്തി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് പോലെ തോന്നണം. ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുകയായിരിക്കണം നമ്മുടെ ആഗ്രഹം. പ്രാർത്ഥനാ സമയത്ത് ദൈവം നമ്മളിൽ നിവേശിപ്പിച്ച ഭക്തി ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കണം. പ്രിയരെ, വിശുദ്ധ വലേരിയന്റെയും രക്തസാക്ഷികളായ വിശുദ്ധ വലേരിയന്റെയും തിബൂർത്തിയൂസിന്റെയും മാക്സിമൂസിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ചയും ഒരു വിഷു ദിവസവും ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.